ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 3 റിവ്യൂ ആണ്. ഇന്നത്തെ ദിനം വലിയ കുഴപ്പമില്ലാതെ പോയി. ആ ഒരു ദിനം കുഴപ്പമില്ലാതെ പോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നല്ല ഗംഭീരമായിട്ട് ഒരു മടിയില്ലാതെ ടാസ്കുകൾ കൊടുക്കുന്നുണ്ട്. ഇവരെ വെറുതെ ഇരുത്താനായിട്ടോ ഇവരോട് മനസാക്ഷി കാണിക്കാനായിട്ടോ ബിഗ് ബോസ് ഈ തവണ പ്രത്യേകിച്ച് ഒരു ശ്രമവും നടത്തുന്നില്ല. എല്ലാം ഇത്തിരി കഠിനമാണ്. അതേപോലെ തന്നെ ഈ കണ്ടസ്റ്റൻസിൻ്റെ സെലക്ഷൻ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. ഇതുവരെ അത് വലിയ കുഴപ്പമില്ലാത്ത ഒരു സെലക്ഷനാണ് എന്ന് എനിക്ക് തോന്നി. മുന്നേയൊക്കെ നമ്മൾ സീസൺ കാണുന്ന സമയത്ത് ആദ്യ ദിനം കഴിയുമ്പോൾ തന്നെ ഇവരെല്ലാം ഒരു അമ്മ പറ്റ മക്കളെ പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. ഇവരിൽ ആ ഒരു ബോണ്ട് കാണാനായിട്ടുള്ള സാധ്യത കുറയുമെന്ന് തോന്നുകയാണ്. പല ആൾക്കാരും പല രീതിയിൽ എക്സ്ട്രീമായിട്ട് ഒരു എൻഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. വ്യത്യസ്തരാണ്, എല്ലാവരും വ്യത്യസ്തരാണ്. അതിനകത്ത് അപ്പാവി ശരത്ത് പാവമുണ്ട്. കാരണം അയാൾ ഒരു ഗെയിം കണ്ടുപിടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടക്കുകയാണ്. പിന്നെ ഇക്ക ഒരു പെർഫെക്റ്റ് ഇക്ക തന്നെ. ഇക്ക ശരിക്കും പറഞ്ഞാൽ അതൊരു ഗെയിം പ്ലാനിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അല്ലാതെ അതിനൊരു സ്കോപ്പില്ല. ഈ അഖിൽ മാരാറൊക്കെ വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അയാളുടെ ഒരു സ്വഭാവം കൊണ്ട് ചില ഉപദേശങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ നടത്തുകയുണ്ടായി. ആളുകളുടെ വസ്ത്രധാരണം, സ്ത്രീ പുരുഷ സൗഹൃദങ്ങൾ, അതൊക്കെ എങ്ങനെ ആളുകളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം, അത് കേരള തനിമ, അതിൻ്റെ സംസ്കാരം, അതിനെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. എന്നാൽ ഷാനവാസിക്ക അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുമ്പോഴത്തേന് വളരെയധികം ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ പുള്ളി ഇനിത് റിയൽ ആയിട്ടാണ് പറയുന്നത്. പുള്ളി പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് ആളുകളൊക്കെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയേണ്ട ഒരു കാര്യം, ഈ ഗിസേൽ എന്ന് പറയുന്ന ആള് മലയാളിയായിട്ടൊന്നും ഭൂരിപക്ഷം മലയാളികളും കൺസിഡർ ചെയ്യാറില്ല. അവർ ബോംബെക്കാരിയാണ്. ബോംബെക്കാരികൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. നമ്മളിൽപ്പെട്ട രേണു സുധിയൊക്കെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ മലയാളികൾക്ക് പ്രശ്നം ഉണ്ടാവാറുള്ളൂ. കാരണം അങ്ങനെയുള്ള ചില പ്രിവിലേജുകൾ ആളുകൾക്ക് സാമ്പത്തിക ശേഷി കൊണ്ടും അല്ലെങ്കിൽ അവരുടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊണ്ടും ഒക്കെ ആളുകൾ അനുവദിച്ചു കൊടുക്കാറുണ്ട്. മലയാളി തനിമയുള്ള നടിമാർ ഈ വേഷമൊക്കെ ധരിക്കുമ്പോഴാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പരാതിയുള്ളത്. മലയാള സിനിമകളിൽ മാത്രം അഭിനയിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പറയുക തന്നെ വേണ്ട. അല്ലാത്ത അന്യഭാഷാ ചിത്രങ്ങളിലുള്ള ആളുകളൊക്കെ കേരളത്തിലെ പ്രൊമോഷനൊക്കെ വേണ്ടി വരുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ അവരുടെ വസ്ത്രത്തെക്കുറിച്ചിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മളിൽപ്പെട്ട ആളാണ്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകൾ നമ്മളെപ്പോലെ ആവണം എന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ടാണ് ആളുകൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഗിസേലിന് അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. അവർക്ക് ആ ഒരു വലിയ കെട്ടിമാറാപ്പ് ബാധ്യതയില്ല. അഭിലാഷ് ഇങ്ങനെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആളുകളെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. എല്ലാ ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഒന്ന് ട്രാക്കിലേക്കായത് അനീഷാണ്. അനീഷ് വളരെയധികം കോൺഫിഡൻ്റ് ആയി. കാരണം അനീഷ് വേറെ ഒരു പണിക്കും പോകാതെ ബിഗ് ബോസിന് പഠിച്ച ആളാണ്. ബിഗ് ബോസിന് പഠിച്ച അനീഷിന് കൃത്യമായിട്ട് മനസ്സിലായി ആളുകളൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, തൻ്റെ പ്ലാനൊക്കെ വർക്കായി, ഇനി ഒരു നാക്കിൽ അങ്ങോട്ട് പോയാൽ മതി എന്നുള്ളത്. അനീഷ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. അനീഷ് അടക്കമുള്ള ആൾക്കാർ മുൻപേ ഉള്ള ബിഗ് ബോസിലെ ചില കണ്ടസ്റ്റൻസിൻ്റെ വേഷപ്പകർച്ചിലേക്കൊക്കെ ഇടയ്ക്കങ്ങോട്ട് മാറാറുണ്ട്. കുറഞ്ഞ് വരും ദിവസങ്ങളിൽ വരും. അതേപോലെ തന്നെ ആളുകൾ തങ്ങളുടെ ഒറിജിനൽ പുറത്തേക്ക് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ടോക്കൊക്കെ നടത്തുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട്, അവരുടെ ഒന്നും ഒറിജിനൽ അത്ര പുറത്തേക്ക് വന്നിട്ടില്ല. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ആദില നൂറ, അവർക്കിടയിലും ഒരു വഴക്കുണ്ടായി. ഞാൻ വിചാരിച്ചു ഈ ഒരു ജനറൊക്കെ ആവുന്ന സമയത്ത് പൊതുവേ ഇത്തരത്തിലുള്ള ഡെയിലിയുള്ള സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ കുറവായിരിക്കും എന്നുള്ളത്. അവർക്കിടയിലുണ്ട്. അപ്പോൾ നമ്മൾക്ക് മാത്രമല്ല, അവർക്കിടയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആദില കുറച്ച് ആക്ട് ചെയ്യുന്നുണ്ട്, നോർമൽ അല്ല, തമാശകൾ പറയുന്നില്ല എന്ന് നൂറ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നു. പെർഫെക്റ്റ്. ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് നമ്മൾക്കിടയിലൊക്കെ സംഭവിക്കുന്നത് പോലെയുള്ള ഒരു വഴക്ക്. ഇനി ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ അനീഷിൻ്റെ സുപ്രഭാതമാണ് രാവിലെ അവിടെ മുഴുവൻ മുഴങ്ങി കേട്ടത്. സുപ്രഭാതം കുറേ തവണ അദ്ദേഹം അത് പറയുന്നത് കേട്ടു. ഈ കണ്ടസ്റ്റൻസിന് അറിയത്തില്ലാത്ത നമ്മളോട് മാത്രമായി ലാലേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അനീഷ് ഒരു സ്ത്രീ വിരുദ്ധനാണ്. ഇപ്പോൾ പെണ്ണുങ്ങൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് അതിന് വിരുദ്ധമായിട്ട് മലയാളത്തിൽ സുപ്രഭാതമൊക്കെ പറയും. അത് അവർക്കറിയില്ലല്ലോ. അപ്പോൾ അനീഷ് അങ്ങനെയുള്ള കുറച്ച് വിരുദ്ധതയും വൈരുദ്ധ്യവും ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കാണിച്ച് മുന്നോട്ടേക്ക് പോകട്ടെ. അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈരുദ്ധ്യങ്ങളാണ് എനിക്കിഷ്ടം. എന്നാൽ ഇംഗ്ലീഷ് പാട്ടിന് തുള്ളിച്ചാടുന്ന അനീഷിനെയും നമ്മൾ കണ്ടു. അതൊക്കെ പിന്നീട് ഒരു ചോദ്യമായിട്ട് വരികയും ചെയ്തു. ചില രസമുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിയാക്കി ഒരാളെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്ന, അനീഷിനെ പോലും പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്ന ചില ചോദ്യങ്ങളൊക്കെ അവിടെ ഉരുത്തിരിഞ്ഞ് വരേണ്ടതാണ്. പക്ഷെ അതൊന്നും വരാറില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ബേസും ഇല്ലാത്ത കുറേ ആർഗ്യുമെൻറ്റുകളാണ് ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ഗെയിം, ആരുടെ കൂടെയാണ് ഗെയിം കളിക്കേണ്ടത്, എന്താണ് അവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് അവർക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. മുന്നത്തെ സീസണിലെ ചില സിറ്റുവേഷൻസുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ഡയലോഗുകൾ പോലും പല ആളുകളും അത് തന്നെയാണ് കോപ്പി അടിച്ച് പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാനി ശരത്ത്.
അദ്ദേഹത്തെ അപ്പാവി ശരത്തെന്ന് എനിക്ക് വിളിക്കാൻ തോന്നും. കാരണം ഈ അനീഷിൻ്റെയൊക്കെ എല്ലാ ഉടായ്പിനകത്തും പാവം അയാൾ വീണു പോകാറുണ്ട്. അയാളൊരു ശുദ്ധനാണ്. അയാൾ ചില ഗെയിമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ആളുകളെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും വർക്കാവുന്നില്ല. മിക്കവാറും അപ്പാവി എല്ലാവരും കൂടെ പറ്റിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. പ്രൊമോയിലേക്ക് കോണ്ടന്റ് കൊടുത്തത്, എക്സ്പ്രഷൻ സമ്മാനിച്ചത്, ഇമോഷൻസ് സമ്മാനിച്ചത് അനുവിൻ്റെ ഒരു കരച്ചിലായിരുന്നു. അതിൽ ഉള്ള സിറ്റുവേഷൻ അതും ഈ തുടക്കത്തൊക്കെ ഉണ്ടാകുന്ന ഒരു ഇമ്മച്വറായിട്ടുള്ള പരിപാടിയൊക്കെ തന്നെയാണ്. ഈ പെയിൻ കില്ലേഴ്സ് ഡോക്ടേഴ്സ് കൊടുക്കുന്നത് വെറുതെ ആണ് എന്ന് അനു അങ്ങ് പറഞ്ഞു. ആക്ച്വലി അത് വെറുതെ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെയിൻ കില്ലേഴ്സിന് പ്രത്യേകിച്ച് രോഗം ഭേദമാക്കാനായിട്ടുള്ള ഒരു മാജിക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ വേദനകൾക്ക് പലപ്പോഴും കൊടുക്കുന്നത് വെറുതെ നമുക്കൊരു ആശ്വാസത്തിന് വേണ്ടിയാണ്, ആ ഒരു വേദന ശമിപ്പിക്കാൻ വേണ്ടിയാണ്. വേദനയുടെ കാരണം കാര്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കുന്നതൊക്കെ പിന്നീടാണ്. അപ്പോൾ ഇത് ഒന്നും പിന്നെ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. അവരവിടെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയാണ്. അതിനിടയിൽ ഒരു പൈസയുടെ കാര്യം വരുന്നു, ഡോക്ടേഴ്സ് പൈസയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് അനു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ ഒരു വിഷയം ഉണ്ടാക്കുന്നു. ശരിക്കും ഇതൊക്കെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ആളുകൾക്ക് ഭ്രാന്ത് പിടിക്കും. ബിഗ് ബോസിനടക്കം ഭ്രാന്ത് പിടിച്ചു. അവസാനം അതൊരു കരച്ചിലിൻ്റെ വക്കിലേക്ക് എത്തുന്നു. ആളുകൾ ശ്രമിക്കുന്നുണ്ട്, അക്ബറൊക്കെ അതിനകത്തേക്ക് ഇടപെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ മലയാളികൾ ഒത്തുകൂടുന്നിടത്ത് ഇമാതിരി ചില കാരണങ്ങളൊക്കെ അല്ലേ ഇവർ വഴക്കിനായിട്ട് എടുക്കത്തുള്ളൂ. നമ്മൾ ഈ ഓവറായിട്ട് ആളുകളുടെ അടുത്ത് തലയിൽ വെക്കുന്ന ആൾക്കാരാണല്ലോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഡോക്ടേഴ്സ് പൈസയ്ക്ക് വേണ്ടിയാണോ ജോലി ചെയ്യുന്നത്? ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. എല്ലാ ആളുകളും ഒരു പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ് അല്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരിക്കാം. അവർ ജീവിതത്തെ നോക്കിക്കാണുന്നത് വേറെ ഒരു ഡൈമെൻഷനിലാണ്, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. സാധാരണ എല്ലാ മനുഷ്യൻ ജോലി ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ്. അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുമ്പോഴത്തേന് നാണക്കേടെന്ന് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ പൈസയ്ക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് എന്നൊക്കെ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. എല്ലാ ഡോക്ടേഴ്സും പൈസയ്ക്ക് വേണ്ടിയാണോ വർക്ക് ചെയ്യുന്നത്? എല്ലാ ഡോക്ടേഴ്സും പൈസയ്ക്ക് വേണ്ടിയായിരിക്കും വർക്ക് ചെയ്യുന്നത് എന്നങ്ങ് പറഞ്ഞേക്കുക. പിന്നെ അതിനകത്ത് വലിയ ആർഗ്യുമെൻ്റ് ഒന്നും ഇല്ലല്ലോ. ഈ പൈസ വാങ്ങുക അല്ലെങ്കിൽ ജോലി എടുക്കുക അല്ലെങ്കിൽ നാട്ടിലുള്ള അടിസ്ഥാന വർഗത്തിനേക്കാളും കൂടുതൽ സമ്പാദിക്കുക എന്നൊക്കെ പറയുന്നത് എന്തോ മോശം സംഗതിയാണ് എന്ന് മലയാളികൾക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്. ആ ഒരു ധാരണ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നിർബന്ധമായിട്ട് ഉണ്ടാക്കിയെടുത്ത് വെക്കുന്നതാണ്. കാരണം ആരും നന്നാവുന്നത് നമുക്ക് അങ്ങോട്ട് പിടിക്കില്ല. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് സേവനത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, പൈസയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് അനുമോൾ പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ ഇമേജ് അങ്ങ് തകരുമെന്ന് ഷാനവാസിനെ പോലെയുള്ള, അക്ബറിനെ പോലുള്ള, ശരത്തിനെ പോലുള്ള ആളുകളൊക്കെ ചിന്തിക്കുന്നത്. ശരിക്കും അതിലൊന്നും കാര്യമില്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ അനീഷ് മലയാളത്തെ കുറിച്ചിട്ട് രാവിലെ പറയുന്നു, മലയാളത്തെ സ്നേഹിക്കണം, മലയാളം അറിയാതാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് ഗിസേലിനോട് ചോദിക്കുന്നു. അപ്പോൾ ഇതിലൊന്നും കാര്യമില്ല എന്നുള്ളത് ആളുകൾക്കറിയാം. അതേപോലെയൊക്കെ മനസ്സിലാക്കി എടുക്കേണ്ടതാണ് ഇമാതിരി ചില ഒട്ടും ബേസ് ഇല്ലാത്ത ചില ആർഗ്യുമെൻറ്റുകളും വഴക്കുകളും ഒക്കെ. ഏതായാലും കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനുവിന് ഉപദേശം കൊടുക്കുന്ന ശൈത്യയെ അവിടെ നിങ്ങൾ കണ്ടു കാണും. എല്ലാവരും പറ്റിക്കുന്നു, ആരും വിശ്വസിക്കരുത് എന്നൊക്കെ ശൈത്യ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ആ ഒരു ബ്രേക്കപ്പിൻ്റെയൊക്കെ ട്രോമയിൽ നിന്നിട്ടായിരിക്കും. ഈ ബ്രേക്കപ്പൊക്കെ എടുത്തു പറഞ്ഞിട്ടാണ് ഇത്തവണ കണ്ടസ്റ്റൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ആരെയും വിശ്വസിക്കാതെ ഗെയിം കളിച്ചാൽ എങ്ങനെ ഇരിക്കും? ആരെയും വിശ്വാസമില്ല, ആരുടെയും കൂടെ കൂടത്തില്ല, അങ്ങനെയുള്ള രീതിയിൽ ഗെയിം കളിച്ചാൽ എങ്ങനെ ഇരിക്കും? അവസാന റൗണ്ട് വരെ നിലനിൽക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജുനൈസ് അങ്ങനെയാണ് നിലനിന്നത്. പക്ഷേ ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കാനായിട്ടൊന്നും പലപ്പോഴും പറ്റില്ല. അതേപോലെ തന്നെ ടീം വർക്ക് വേണ്ട ഗെയിമുകളിൽ നമുക്കങ്ങ് പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല. തട്ടിമുട്ടി പോകാനായിട്ട് പറ്റത്തുള്ളൂ. വളരെ റിസ്ക്കാണ്. ജുനൈസാണ് ഏറ്റവും നന്നായിട്ട് ആ ഒരു ഗെയിം കളിച്ചത്, ആരെയും വിശ്വസിക്കാതെ ഉള്ള ഒരു ഗെയിം കളിച്ചത്. അയാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവസാനം വരെ അങ്ങനെ നിന്നു. ഇടയ്ക്ക് അയാളെ സൗഹൃദത്തിലാക്കാൻ വേണ്ടി അയാളുടെ ഏറ്റവും വലിയ എതിരാളിയായിട്ടുള്ള അഖിൽ മാരാർ ശ്രമിക്കുന്നുണ്ട്, ബാക്കിയുള്ള ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അഖിലൊക്കെ പതറിപ്പോയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഇവരുടെ ഈ ഒരു ചെറുത്തുനിൽപ്പ് കാരണം. അങ്ങനെ പതറിപ്പോയ സമയത്താണ് ഈ ജുനൈസിനെ അവരിങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയത്. പക്ഷെ എന്നിട്ടും ജുനൈസ് വിട്ടുകൊടുത്തില്ല. തമാശകൾക്ക് ചിരിക്കാതിരിക്കാൻ ജുനൈസ് എടുത്ത എഫേർട്ടൊന്നും ഇവിടെ ഒരു ബിഗ് ബോസിൽ ആരും എടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിരിക്കില്ല. തൻ്റെ എതിരാളി എന്തെങ്കിലും കോമഡി പറഞ്ഞാൽ ചിരിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുമായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ശരിക്കും ഇവർ റെഫർ ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിനുശേഷം മോർണിംഗ് ആക്ടിവിറ്റി അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഇന്ന ഡേറ്റിൽ ഇന്ന ആക്ടിവിറ്റി കൊടുക്കാം, മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇന്നൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ആ ഒരു രീതിക്ക് വിപരീതമായിട്ടൊരു കാര്യം ചെയ്തതായിട്ട് എനിക്ക് പെട്ടെന്ന് എടുത്തു തോന്നിയത് ഇന്നാണ് കേട്ടോ. മുന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. രാവിലത്തെ ആ ഒരു വഴക്കുകളിൽ നിന്നൊക്കെ ഒരു ആക്ടിവിറ്റി കണ്ടെത്തി കൊടുക്കുകയാണ്. ഇവരുടെ ഈ വഴക്കുകൾ കേൾക്കുന്ന ആളുകൾക്ക്, ശരിക്കും ലൈവൊക്കെ കാണുന്ന ആളുകളുടെ കിളി പോകും. കാരണം എന്നാണെന്ന് പോലും മനസ്സിലാവത്തില്ല.
ബിഗ് ബോസിന് മനസ്സിലായില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് അദ്ദേഹം തമാശ രൂപേണ ചോദിച്ചു. അത് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ബിഗ് ബോസ് ഒരു ആക്ടിവിറ്റി കൊടുത്തു. റീക്രിയേറ്റ് ചെയ്ത സമയത്ത് അവർക്ക് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ബോറടിച്ചു. മൊത്തത്തിൽ അനീഷിന് തന്നെ നാണം വന്നു എന്നൊക്കെയാണ് അവിടെ ആളുകൾ പറഞ്ഞത്. ശരിക്കും ഈ നാണം വരുന്ന തരത്തിലേക്കുള്ള അലമ്പുകളൊക്കെയാണ് തങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഇപ്പോൾ തന്നെ അവർ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു വീര്യം കെടും. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അതിനുശേഷം പണിപ്പുര ടാസ്ക് കിടിലനായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു. ഒരാളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, അവരുടെ പ്ലാനിങ്, പരിപാടികളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, സ്റ്റാറാകാൻ പറ്റുന്ന പരിപാടിയായിരുന്നു. കോളമാക്കി കളഞ്ഞതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വന്നപ്പോൾ എല്ലാവരും വ്യത്യസ്തരാണല്ലോ. ശരിക്കും അവർ വളരെ വ്യത്യസ്തരാണ്. അവർക്ക് അങ്ങോട്ട് സിങ്കാവാനായിട്ടൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ തെറിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ ടാസ്ക് ലെറ്റർ വായിക്കുമ്പോൾ കൃത്യമായിട്ട് കേൾക്കില്ല. ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർക്ക് മനസ്സിലാവത്തില്ല. കാരണം മൈൻഡിൽ ഇങ്ങനെ എന്ത് ചെയ്യാം അടുത്തത് എന്നുള്ളൊരു പ്ലാനാണ്. അതുകൊണ്ട് തന്നെ ഇവർ വ്യക്തമായിട്ട് ഈസി ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിട്ടുപോയി. ഈ പോയിന്റുകളെക്കാളിലും കൂടുതൽ സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് വെക്കേണ്ടി വരും. അതേപോലെ തന്നെ സമയം കീപ്പ് ചെയ്യുക. ഇവർ സമയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു, എല്ലാ സാധനങ്ങളും വാരിക്കൊണ്ട് വന്നു. പക്ഷേ സമയം കൂടിപ്പോയതുകൊണ്ട് അവർക്കത് തിരിച്ച് വെക്കേണ്ടി വന്നു. പക്ഷേ സമയമല്ല എന്നുണ്ടെങ്കിൽ സാധനങ്ങൾ കൂടിപ്പോയേനെ. അതൊരു ഫ്ലോ പ്ലാൻ ആയിരുന്നു. ആരുടെ പ്ലാനാണ് ഈ വാരിക്കൊണ്ട് വരുന്നത് എന്നുള്ളത് ബിഗ് ബോസ് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അവിടെ കാൽക്കുലേഷന് പ്രാധാന്യമുണ്ട്. അവിടെയാണ് ടീം വർക്കൊക്കെ ഉപയോഗിക്കേണ്ടത്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ മനസ്സിലാക്കി കൊടുക്കണം തങ്ങളുടെ കേപ്പബിലിറ്റി എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഇന്ന ടാസ്ക് ഇന്ന ആളെ ഏൽപ്പിക്കുക എന്നുള്ളത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ആരെങ്കിലും പറയുന്ന എല്ലാവരും കൂടെ അങ്ങ് ചെയ്യുന്നു. ഇതൊക്കെ ഇനീഷ്യലി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നി. നമ്മളിപ്പോൾ അവരെ വിമർശിച്ചിട്ട് കാര്യമൊന്നുമില്ല, നമ്മളിവിടെ അല്ലേ. അതിനുശേഷം നമ്മൾ കണ്ടത് മറ്റേ അപ്പാനി ശരത്തിൻ്റെ ഒരു ഗെയിം പ്ലാൻ, ഗിസേലിനെ ചൊറിഞ്ഞ് അവരെ പ്രൊവോക്ക് ചെയ്യുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗിസേലിൻ്റെ ഒരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അത്ര കംഫർട്ടബിൾ അല്ല ഇവിടെ. അതുകൊണ്ട് മണ്ടത്തരങ്ങളിലേക്ക് എടുത്ത് ചാടില്ല. അതേപോലെ തന്നെ ഈ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലെ ഈ റിവ്യൂസ്, നമ്മുടെ അടക്കമുള്ള റിവ്യൂസ് ഒന്നും അങ്ങനെ ഫോളോ ചെയ്യാറുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഗെയിം സ്ട്രാറ്റജി, ഗെയിം പ്ലാൻ, മുന്നേ ഉള്ള മറ്റേ വലിയ പ്രഗത്ഭരുടെ ട്രിക്കുകൾ അതിനെക്കുറിച്ചിട്ടൊന്നും പുള്ളിക്കാരിക്ക് അറിയില്ല. പുള്ളിക്കാരിക്ക് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉള്ള ബിഗ് ബോസ് എക്സ്പീരിയൻസും അതിൻ്റെ ഒരു ഫോർമാറ്റൊക്കെ തന്നെയാണ്. ഇവിടെ ഉള്ള മറ്റേ ചപ്പടാച്ചി സാധനം ഉണ്ടല്ലോ, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, വയ്യാതിരിക്കൽ സ്ട്രാറ്റജി, കാർഡിറക്കൽ, അങ്ങനത്തെ പരിപാടിയൊന്നും അവർക്ക് ഇന്ത്യയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഈ എല്ലാത്തിലും കയറി അലമുണ്ടാക്കി നടക്കുന്ന പരിപാടിയൊന്നുമില്ല. വളരെ ക്ലാസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വളരെ രസമാണ്. മൊത്തത്തിൽ നല്ലൊരു ഓറയുള്ള നല്ലൊരു പ്രസൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഈ ശരത്ത് അവരെ ചൊറിയാൻ പോയി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റൂ. എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്നില്ല എന്നുള്ളത്. എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാത്തതാണ് അവരുടെ ക്വാളിറ്റി ആയിട്ട് നിലവിൽ പ്രേക്ഷകർ കാണുന്നത്. അവർ ഇടപെടേണ്ട കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. അവർ അവിടെ ഒരു സ്ഥാനം ഉറപ്പിച്ചു. ഏകദേശം ഇപ്പം പെട്ടെന്ന് അവിടെ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇത്ര ആൾക്കാരുള്ള സ്ഥലത്ത് പെട്ടെന്ന് ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബിൻസിയുടെ പേര് പറയുമോ? ഇല്ല. അവർക്ക് അങ്ങനെ ഒരു സ്ഥാനം അവിടെ ഉറപ്പിക്കാനായിട്ട് പറ്റി. അതേപോലെ തന്നെ അവർ അത്ര സ്ട്രോങ് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും അവർക്ക് ഏകദേശം ഈ 2 ദിവസങ്ങൾ കൊണ്ട് അവിടെ ഒരു ഇംപ്രഷൻ കൊടുക്കാനായിട്ട് പറ്റി. അപ്പോൾ അതാണ് എനിക്ക് ഗിസേലിൻ്റെ ഒരു ഇതിൽ ക്വാളിറ്റി ആയിട്ട് തോന്നിയത്. അതേപോലെ തന്നെ ഗിസേൽ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തിരിച്ച് മറുപടിയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പാനി ശരത്ത് ഉന്നയിച്ച ഒരു ആർഗ്യുമെൻറ്റ് മേക്കപ്പ് ഇടാനായിട്ടാണോ ഇവിടെ വരുന്നത്? മേക്കപ്പ് ഇട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഗെയിം കളിക്ക്. ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് ഇട്ട് അവിടെ ഇരിക്കുക എന്നുള്ളതാണ് അവരുടെ ഗെയിം. മേക്കപ്പ് ഒക്കെ ഇട്ടതുകൊണ്ടാണ് അവർ ഈ ഒരു ഗെയിമിൽ ഇവിടെ ഉള്ളത്. ടോട്ടലി അവർ ആ ഒരു ഗെയിമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളാണ്. പിന്നെ ഈ കണ്ടസ്റ്റൻസിലെ അനുമോളെ പോലുള്ള ആളുകൾ സെക്യൂറാണ് അവരുടെ ലിപ്പിൻ്റെ കാര്യത്തിൽ എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് മറ്റേ അനുമോളുടെയൊക്കെ ആ ഒരു ലിപ്സ്റ്റിക് ഇടിയിൽ തോന്നി. എല്ലാ ആൾക്കാരും ഇവർ ലിപ്സ്റ്റിക്കായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഒരു തരം ഇൻസെക്യൂരിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അവർ അവിടെയുള്ള ലിപ്സ്റ്റിക് എടുത്ത് അവിടെ പ്രൊമോഷന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന കോസ്മെറ്റിക് ഐറ്റം എടുത്ത് തേക്കുന്നു. അതിടാതെ നടക്കാനായിട്ട് പറ്റുന്നില്ല. ശരിയാണ്, മേക്കപ്പ് ഇടുന്നതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അത് ഇടാതെ പ്രത്യക്ഷപ്പെടാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു കൈൻഡ് ഓഫ് ഇൻസെക്യൂരിറ്റിയാണ്. പണിപ്പുര ടാസ്കിനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഉറക്കക്കാരൊക്കെ പതുക്കെ തലവൊക്കെ വരുന്നുണ്ട്. ബിൻസി ഇന്ന് ഉറങ്ങി, പട്ടി കുരച്ചു കടിച്ച് കുടഞ്ഞേനെ എന്ന് വിചാരിക്കുന്ന രീതിയിലേക്കുള്ള കുരയായിരുന്നു. പിന്നെ യൂണിഫോമാണ് പല ആളുകൾക്ക് ഇപ്പോഴും അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം അവർക്ക് ആ ഒരു പ്രിവിലേജ് ഇല്ല, അവരുടെ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാനുള്ള പ്രിവിലേജ് ഇല്ല. അതിൽ നെവിന് കിട്ടിയ ആ ഒരു വസ്ത്രം, അതിലൊരു ആക്ടിവിറ്റിയൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അത് കുറച്ചൊക്കെ യൂസ് ചെയ്തു.
ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അനിഷ്ടം അതിനോടുള്ളത് കാര്യമായി തന്നെ പ്രകടിപ്പിച്ചു. എന്നാൽ പിന്നീട് പുള്ളിക്കാരൻ അതിൻ്റെ ഒരു സാധ്യത ഉപയോഗിച്ചു. അതിനുശേഷം പുള്ളി പറഞ്ഞൊരു കാര്യം എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തു. ഇതിടുമ്പോൾ ഈ യൂണിഫോം പോലുള്ള വസ്ത്രം ഇടുമ്പോഴത്തേന് സ്കൂളിൽ പോകുന്ന പോലെയൊക്കെ തോന്നുന്നു. അത് അത്ര ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ഈ സ്കൂളിൽ പോകുന്ന പിള്ളേരെയൊക്കെ കാണുന്ന സമയത്ത് തന്നെ ഒരു വിഷമം തോന്നാറുണ്ട്. എത്ര കാലം ഇനി പഠിച്ചാലാണ് ഇതിൽ നിന്നൊന്ന് മുക്തി നേടാനായിട്ട് പറ്റുന്നത്. ശരിക്കും സ്കൂളിൽ പോകുന്ന കാര്യം എനിക്ക് ഇപ്പോഴും ഓർക്കാൻ തന്നെ പറ്റുള്ളൂ കേട്ടോ. സ്കൂൾ കഴിയുമ്പോഴത്തേന് ഈവൻ +2 കോളേജൊക്കെ വരുമ്പോഴത്തേന് കുറച്ചും കൂടെ രസമാണ്. സ്കൂൾ ഭയങ്കര ബോറിംഗ് ആണ്. എത്ര കാലം പഠിച്ചാലാണ്. അതിനുശേഷം ഷാനവാസിക്കയുടെ ഉപദേശം. ഷാനവാസിക്ക ഇസ് എ പെർഫെക്റ്റ് ഇക്ക. അതുകൊണ്ട് തന്നെ എല്ലാ ഇക്കമാരും പറയുന്ന പോലെയുള്ള ഉപദേശങ്ങളൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. നിന്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. ആളുകൾ അത് അങ്ങനെ എടുക്കാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പം മലയാളി ഓഡിയൻസിനെ മനസ്സിലാക്കണം. നമ്മളെ ഒരുമാതിരി അപമാനിച്ചതുപോലെ അവരങ്ങനെ വസ്ത്രം ഇട്ടിട്ട് നമുക്കൊരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഈ ഷാനവാസ് മലയാളികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോഴത്തേന് മലയാളികളെ വ്യൂസിനെ പ്രൊവോക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടിയുണ്ട്. ഈ പൊതുവെ ഷാനവാസ് ഇക്കമാർക്കൊക്കെ സ്ത്രീകളുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള വസ്ത്രധാരണത്തെക്കുറിച്ചിട്ടൊക്കെയുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. എന്നാലിപ്പോൾ അങ്ങനെ സ്ത്രീകൾക്ക് മാത്രം പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല നിൽക്കുന്നത്. പുരുഷന്മാർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും, ആൺകുട്ടികൾക്കും പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടി നമുക്കിപ്പോൾ വസ്ത്രത്തെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ മാന്യതയെക്കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഷാനവാസൊക്കെ ഇന്നലെ ഷോർട്സ് ഇട്ടുകൊണ്ടാണ് നടന്നത്. അപ്പം ഗിസേൽ ആ ഷോർട്സ് ഇട്ട സമയത്ത് പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇന്നും വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കമൻറ്റ് പറയുന്നത് കേട്ടു. പിന്നെ പുള്ളിക്കാരി അതിനൊന്നും സ്പേസോ അല്ലെങ്കിൽ റിപ്ലൈ ഒന്നും കൊടുത്തിട്ട് മെനക്കെടുന്നില്ല. ആ വസ്ത്രധാരണം പുള്ളിക്കാരുടെ കംഫർട്ടിനും ശരീരത്തിനും യോജിക്കുന്ന ഒരു വസ്ത്രധാരണമാണ്. അതിലേക്ക് ഈ പ്രശ്നം കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു അതൊരു ഗെയിം പ്ലാനാണ്. കാരണം അല്ലെങ്കിൽ ഗിസേലിൻ്റെ വസ്ത്രധാരണത്തിലൊക്കെ ഒരു സാധാരണ മനുഷ്യന് പോലും അത്ര പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഈ ബിഗ് ബോസ് ഒക്കെ കാണുന്ന പ്രേക്ഷകരിൽ ഒരു ഭാഗം ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടർ കൂറകളാണ്. അവരൊക്കെ തുടക്കം തൊട്ട് കമൻറ്റ് ഇടേണ്ടതായിരുന്നു. അവരൊന്നും ഇട്ടിട്ടില്ലല്ലോ. ഇപ്പോൾ ഷാനവാസൊക്കെ അവരെല്ലാം താഴേക്ക് പോകുന്നു എന്ന് വിചാരിക്കുന്നില്ല ഞാൻ. അതൊരു ഗെയിം പ്ലാൻ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിനുശേഷമാണ് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്ന ഒരു ടാസ്ക് വന്നത്. ഇത്തിരി സീരിയസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ കണ്ടസ്റ്റൻസിനെ വെറുതെ ഇരുത്തില്ല, അവരെ ഫിസിക്കലി ആൻഡ് ഇമോഷണലി തളർത്തുന്ന പരിപാടികളാണ് തുടക്കം മുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഉറക്കമൊക്കെ നഷ്ടപ്പെടുത്തുന്ന പരിപാടിയൊക്കെ ആദ്യ ദിനങ്ങളിലൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് വസ്ത്രം, ബേസിക് ആയിട്ടുള്ള വസ്ത്രവും അതിൻ്റെ ഉള്ള സ്വാതന്ത്ര്യം അതൊന്നും കൊടുക്കാതിരിക്കുക. അതേപോലെ ലാവിഷായിട്ട് മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക. അങ്ങനെ മൊത്തത്തിലങ്ങ് ഇവരെ അങ്ങ് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്ന ടാസ്കിൽ നമുക്ക് 4 പേരെ സെലക്ട് ചെയ്യാം. സഹ കണ്ടസ്റ്റൻസിനെ പുറത്താക്കാനായിട്ടുള്ള ഒരു അവസരമാണ്. ഈ തിരഞ്ഞെടുക്കുന്ന 4 ആളുകൾ പുറത്ത് ലിവിങ് ഏരിയയിൽ കിടക്കണം. ഒരു കട്ടിലുണ്ടാവും. കട്ടിലിൽ ഒരു സമയം ഒരാളെ കിടക്കാവുള്ളൂ. ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, 4 പേര് ഒന്നിച്ചാണോ കിടക്കേണ്ടതെന്ന്. സരിക്കൊക്കെ ആണെങ്കിൽ എണ്ണാൻ വന്നു. അപ്പം അതിനുശേഷത്തിന് വലിയ സന്തോഷമായി. പിന്നീട് മനസ്സിലായി ഒരു കട്ടിലിൽ അറ്റ് എ ടൈം ഒരാളെ കിടക്കാവൂ. ഈ കട്ടിലിൽ കിടക്കുന്ന ആളെ അയാൾ അറിയാതെ എടുത്തുകൊണ്ട് റെഡ് സോണിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഔട്ടാവും. ഇത്തിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓരോ ആളുകൾ വന്ന് അവർക്ക് ആരെയാണ് പുറത്താക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി പറയുകയാണ്. ബിൻസി വരുന്നു, രേണു സുധിയെയും ഷാനവാസിനെയും ഗിസേലിനെയും നവിനെയും പറയുന്നു. രേണു വരുന്നു, അഭിലാഷിനെയും അക്ബറിനെയും ശൈത്യയും റെനയും പറയുന്നു. ആദില വരുന്നു, ഷാനവാസും ശൈത്യയും അങ്ങനെയുള്ള ആളുകളുടെ പേര് പറയുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ആളുകളുമൊക്കെ പേര് പറഞ്ഞ് അവസാനം ഏറ്റവും കൂടുതൽ വോട്ടുകളുമായി ഷാനവാസ്, ശൈത്യ, ഗിസേൽ, റെന ആൻഡ് ബിൻസി സെയിം വോട്ടാണ്, 6 വോട്ട്. അപ്പോൾ അതിലൊരാളെ സെലക്ട് ചെയ്യണം. അപ്പോൾ അവർ എല്ലാവരും കൂടെ ബിൻസിയെ സെലക്ട് ചെയ്യുന്നു. ഉറക്കമില്ലാതെ അവിടെ കാത്തിരിക്കുന്ന ഗിസേലിനെയാണ് നമ്മൾ കാണുന്നത്. ഷാനവാസിക്ക നല്ല രീതിയിൽ ഇറങ്ങുന്നുണ്ട്. ശൈത്യ ഉറങ്ങി വീഴുന്നു. അതേപോലെ തന്നെ ബിൻസി ഇറങ്ങുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. ഈ ഗിസേൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് ഉറപ്പിച്ചിട്ടാണ് അവിടെ ഉറക്കമില്ലാതെ നിൽക്കുന്നത്. അപ്പോൾ അക്ബർ ഒരു പ്ലാനൊക്കെ ഇടുന്നുണ്ട്, അവരെ മാനിപ്പുലേറ്റ് ചെയ്യണം. അത് നടക്കാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. രാവിലെ മറന്നു ആ ഒരു പ്ലാനിനെ കുറിച്ചിട്ടൊന്നും. കാരണം ഒരു ഗെയിമിലേക്കോ ഒരു ട്രാക്കിലേക്കോ ഒന്നും എത്തിയിട്ടില്ല. ഇതിപ്പോൾ ചുമ്മാ മഴ പെയ്തു, കണ്ടം നിറഞ്ഞു, അതുകൊണ്ടൊരു ഗെയിം കളിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കാൻ ഇറങ്ങുന്നത് പോലെ ചുമ്മാ ചാറ പരിപാടിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാളെ വൈകിട്ട് ഇതേ സമയം വീഡിയോ ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട. പിറ്റേന്ന് രാവിലെയൊക്കെ വീഡിയോ വരുന്ന സമയത്ത് സമയമുണ്ടെങ്കിൽ കണ്ടാൽ മതി. നാളെ ഒരു യാത്രയുണ്ട്, വരുമ്പോൾ വളരെയധികം വൈകും.